ഇന്ന് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം. ഒരു ഫുൾ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്താൽ മസാലയൊന്നും എണ്ണയിൽ പോവാതെ നല്ല ഫ്രൈ ആയിട്ട് ഈ മസാലകളെല്ലാം നല്ലോണം ചിക്കനിൽ തേച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഫ്രൈ ആക്കിയെടുക്കുക. ആ ഒരു ടൈമിൽ തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടാൻ വെച്ചിന്. ഇതൊരു ഈസി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഈസി എന്ന് വെച്ചാൽ ഉള്ളി തക്കാളി ഒന്നും ഒരുപാട് ടൈം ഇട്ട് വഴറ്റാതെ നല്ലോണം വഴന്ന് ആ ഒരു ഉള്ളിയൊന്നും കാണാത്ത രീതിയിൽ കുക്കറിൽ മസാല ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ തക്കാളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കർ ക്ലോസ് ആക്കി വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചതിന് ശേഷം വിസിലെല്ലാം പോയതിന് ശേഷമാണ് ഓപ്പൺ ആക്കുന്നത്. ആ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുംജീരകം ഇതെല്ലാം കൂടെ നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറുനാരങ്ങ നീര്, തൈര് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് എളുപ്പമാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ കുക്കറിൽ പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും ഫ്രൈ ചെയ്ത ഓയിൽ ചേർത്ത് കൊടുത്തിന്. ആദ്യം അതേ ഓയിൽ തന്നെ ചേർത്താലും മതി, ഞാൻ വിട്ടു പോയതാണ്. അതിന് ശേഷം കുറച്ച് നെയ്യും പിന്നെ മല്ലിച്ചപ്പും പുതിനയും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി വെച്ചാൽ മസാല റെഡിയായി. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാൻ വെച്ചിന്. ആ ഒരു ടൈമിൽ റൈസ് നല്ലോണം കഴുകിയെടുക്കുക. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം ചൂടാൻ വെച്ചിന്. ഞാനൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പകുതി ഉള്ളി മസാലയിലും പകുതി ഉള്ളി ഫ്രൈ ആക്കി എടുക്കലാണ്. ഉള്ളി ഫ്രൈ ആയതിന് ശേഷം സ്പൈസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുക. നേരത്തെ കഴുകി ഊറ്റി വെച്ച അരിയും കുറച്ച് ചെറുനാരങ്ങയും ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാൽ നെയ്ച്ചോറ് റെഡിയായി. ഇനി ബിരിയാണീൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തൈരിലേക്ക് ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. കച്ചമ്പറ് റെഡിയായി. ഇതിപ്പോൾ നെയ്ച്ചോറ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ദമ്മിടലാണ്. അപ്പോൾ പകുതി റൈസ് മാറ്റിയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു 1/4 ഭാഗം ഞാൻ മസാലയിൽ ചേർത്ത് കൊടുത്തിന്. ബാക്കി ഇതുപോലെ റൈസിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച റൈസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് മുകളിൽ കുറച്ച് ഗരം മസാല, മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ ഒരു 20-30 മിനിറ്റ് വെച്ച് കൊടുത്താൽ നല്ല മണമുള്ള പൊരിച്ച കോഴിൻ്റെ ബിരിയാണി റെഡിയായി. പിന്നെ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ കൂടെ പപ്പടം, ചമ്മന്തി അതെല്ലാം കഴിക്കുമ്പോൾ ബിരിയാണീൻ്റെ ടേസ്റ്റ് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നല്. സാലഡും കച്ചമ്പറും മാത്രം മതി. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസ് ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.